നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടുത്ത 10 വർഷത്തിനകം സൗദിയിൽ 10 ലക്ഷം ടൂറിസം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടി വരുമെന്ന് ചെങ്കടൽ പദ്ധതിയുടെ മേധാവി ജോൺ പഗാനോ വ്യക്തമാക്കി. റിയാദിൽ മിസ് ഗ്ലോബൽ ഫോറത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിദേശികൾക്കും സ്വദേശികൾക്കും നിരവധി തൊഴിലവസരങ്ങൾ രാജ്യത്തെ ടൂറിസം പദ്ധതി തുറന്നിടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സൗദി തലസ്ഥാനമായ റിയാദിൽ കിരീടാവകാശിക്ക് കീഴിൽ നടക്കുന്ന മിസ് ഗ്ലോബൽ ഫോറത്തിലാണ് രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ചുള്ള ചർച്ച വന്നത്. വിഷൻ 2030 ഭാഗമായി രാജ്യത്ത് എണ്ണേതര വരുമാനം വർദ്ധിപ്പിക്കലാണ് പ്രധാന ലക്ഷ്യം. ഇതിൽ ഒന്നാമതായി കാണുന്ന പദ്ധതിയാണ് ടൂറിസം. മതകാര്യ ടൂറിസത്തിനൊപ്പം വിനോദ ടൂറിസത്തിനും സൗദിയിൽ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ഇത് പൂർണ്ണതോതിൽ നടപ്പാക്കാൻ 10 ലക്ഷം തൊഴിലാളികളെങ്കിലും വേണം. ഇതുവഴി മാത്രമേ വിഷൻ 2030 ലക്ഷ്യം കാണാൻ സാധിക്കൂവെന്ന് വൻകിട പദ്ധതിയായ ചെങ്കടൽ ടൂറിസത്തിന്റെ CEO ജോൺ പഗാനോ വ്യക്തമാക്കുകയുണ്ടായി. ഇത്രയും പേർ സൗദിയിൽ ഈ മേഖലയിലേക്ക് എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സൗദിയിൽ നടക്കുന്ന വിവിധ ടൂറിസം പദ്ധതികളിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളാണ് തൊഴിലാളികളെ എത്തിക്കുന്നത്. ഇവരിൽ സ്വദേശികൾക്കൊപ്പം വിദേശികളും എത്താറുണ്ട്. വിദഗ്ധരായ തൊഴിലാളികൾക്ക് സൗദിയിൽ കൂടുതൽ അവസരം ലഭിക്കുമെന്നും ചർച്ച ചൂണ്ടിക്കാട്ടി. അതേസമയം സൗദിയിൽ ലേബർ എന്ന പേരിലുള്ള പ്രൊഫഷൻ ഇല്ലാതാകുന്നതോടെ ഇന്ത്യക്കാർക്കുൾപ്പെടെ 26 ലക്ഷം തൊഴിലാളികൾ പുതിയ പരീക്ഷ എഴുതേണ്ടി വരുമെന്ന റിപ്പോർട്ടും ഇതിനകം പുറത്തു വന്നിരുന്നു. ഇത്രയും പേർ നൈപുണ്യമുള്ള വിവിധ പ്രൊഫഷനുകളിലേക്ക് മാറേണ്ടി വരും. തൊഴിൽ മാറാൻ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് നൈപുണ്യ പരീക്ഷ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി 26 ലക്ഷം അവിദഗ്ധ തൊഴിലാളികളാണ് ഉള്ളത്. അതായത് പ്രത്യേക പ്രൊഫഷനിൽ ജോലി ചെയ്യാതെ തൊഴിലാളി അഥവാ ആമിൽ എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർ. വിവിധ കമ്പനികളിലായി പലതരത്തിലുള്ള ജോലികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതൊഴിവാക്കി ഓരോ തൊഴിലാളികൾക്കും അയാൾക്ക് വൈദഗ്ധ്യമുള്ള മേഖലയിൽ മാത്രം തൊഴിലവസരം നൽകുകയാണ് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.